ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ബാംഗ്ലൂരിലാണ്. ഇവിടെ ഞങ്ങൾ ലാൽബാഗിൽ ആണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരാം. ഗ്ലാസ് ഹൗസ് ആണ് നേരെ മുന്നിൽ കാണുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം ഫ്ലവർ ഷോ നടക്കാറുണ്ട് ഇവിടെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു നിർമ്മിതിയാണിത്. 1889 നിർമ്മിക്കപ്പെട്ട ഗ്ലാസ് ഹൗസ് പിന്നീട് 2004 പുതുക്കി പണിതു. നമ്മളിപ്പോൾ പോകുന്നത് ലാൽബാഗ് ഗാർഡനിലൂടെയാണ്. ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലമാണ് ലാൽബാഗ്. മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലി തുടങ്ങുകയും ടിപ്പു സുൽത്താനും പിന്നീട് വന്ന വെള്ളക്കാരും ചില കൂട്ടിച്ചേർക്കലുകൾ ചേർത്ത് സുന്ദരമാക്കിയ ഗാർഡനാണിത്. രണ്ടു വശങ്ങളിലും സുന്ദരമായി വെട്ടിയൊരുക്കിയ ബുഷുകൾ കാണുന്നുണ്ട്. ഇടതുവശത്ത് കാണുന്നത് ഗ്രീൻ ഹൗസ് ആണ്. എന്ത് ഭംഗിയാണല്ലേ! ടിപ്പു സുൽത്താൻ പണ്ട് കുഴിച്ചിട്ട മരമാണ് ഈ കാണുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാവ്. M.H. മാരിഗൗഡ റോസ് ഗാർഡനാണ് ഇടതുവശത്ത് കാണുന്നത്. ഇവിടെ ഒരു തടാകമുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം. വളരെ വിശാലമായ തടാകമാണ്. ഈ സ്റ്റെപ്പുകൾ കയറി വേണം തടാകത്തിൻ്റെ അടുത്തെത്താൻ. നോക്ക്, എന്തു ഭംഗിയാണല്ലേ തടാകം! വാവ്! അങ്ങനെ തടാകത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ വീണ്ടും പോവുകയാണ്.
പ്രാവുകളുമൊക്കെ ഉണ്ട്. മുന്നൂറ് കൊല്ലം പഴക്കമുള്ള മരമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചാമരാജ കോടയാർ പ്രതിമയാണത്. മൈസൂരിലെ രാജാവായിരുന്നുള്ള ഭംഗിയുള്ള സുന്ദരമായ ഗാർഡനാണ്. വീഡിയോ എടുക്കുക. ഓക്കെ, പാറു വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഗാർഡനും ആണ്. കുറേ മുളം തോട്ടങ്ങൾ കാണുന്നുണ്ട്. താറാവിൻ്റെ പ്രതിമയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെടികളും ഉണ്ട്. നിറയെ കൊമ്പുകളൊക്കെ ഉള്ള മരങ്ങളാണ് ഇതൊക്കെ. വലിയ വലിയ ഗാർഡനുകളാണ് ഇവിടെ ഉള്ളത്. നിറയെ ഫ്ലവേഴ്സും ഉണ്ട്. അവിടെ കുറച്ച് ആളുകൾ റീൽസ് എടുക്കുന്നുണ്ട്. പണ്ട് രാജാവ് കാറ്റ് കൊള്ളാൻ വന്നിരുന്ന സ്ഥലമാണിത്. നമ്മളിത് ഈ ബഗ്ഗിയിലാണ് പോയത്. പാറും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഓക്കെ, നമ്മൾ നടക്കുകയാണ്. അപ്പം ഞാൻ പ്രാവിനെ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ സൂ കാണാൻ പോവാണ്. ഇവിടെ ഒരു പ്രാവ് ഓടുന്നു, കണ്ടോ നിങ്ങൾ? അതിലൊരു പ്രാവ് കാണിച്ചു കൊടുക്കാം. പ്രാവിന് കാണിച്ചു കൊടുക്കണ്ടേ? പ്രാവ് പറന്നു കേട്ടോ.